സംസ്ഥാന സ്കൂൾ കലോത്സവ മത്സരം പൊടിപൊടിക്കുകയാണ്. ഇപ്പോൾ കാസർഗോഡ് വല്ലിക്കുന്ന് ടീം അല്ലേ, കാസർഗോഡ് വല്ലിക്കുന്ന് ടീമിൽ ജില്ലാതലത്തിൽ ഫസ്റ്റ് അടിച്ച ടീം നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഇവൻ്റൊക്കെ കഴിഞ്ഞോ? നല്ല രീതി നല്ല പെർഫോമൻസ് ആയിരുന്നു. കോഡ് നമ്പർ 213 നമ്മുടെ കോഡ് നമ്പർ. നല്ല രീതി തന്നെ ജില്ലയിൽ പെർഫോമൻസ് ചെയ്തതിനേക്കാളും ഒന്നുകൂടി മികച്ച രീതിയിലാണ് കുട്ടികൾ പെർഫോമൻസ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഭയങ്കര പ്രതീക്ഷ ഉണ്ടല്ലേ? നല്ല പ്രതീക്ഷയുണ്ട്. നമുക്ക് എന്തായാലും എ ഗ്രേഡ് കിട്ടും. പിന്നെ നമ്മൾക്ക് അവിടെ നിന്ന് അപ്പീൽ ടീം വന്നിട്ടുണ്ട്. അവർ നമ്മളെ കവറാകില്ല എന്നുകൂടി ഒരു വിശ്വാസം നമുക്കുണ്ട്. കാരണം വെച്ചാൽ അവിടെ ജില്ലയിൽ ചെയ്തതിനേക്കാളും നല്ലൊരു പെർഫോമൻസാണ് കുട്ടികൾ അവിടെ ചെയ്തത്. എന്തായാലും വലിയൊരു പ്രതീക്ഷയില്ല. എന്തായാലും കുട്ടികളൊക്കെ എങ്ങനെയാണ്, ഹാപ്പിയാണോ? കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഭയങ്കര ഹാർഡ് വർക്കാണ്. പിന്നെ ഞാൻ സ്ഥലം പാലക്കാടാണ്. നമ്മളെ സഹായിക്കുന്നത് അബുബക്കർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, ആളാണ് സാറ്. ബ്ലാക്ക് ഷർട്ട് ഇട്ട ആൾ, അദ്ദേഹമാണ് ടീമിൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടാകുക. ഞാൻ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് വന്ന് ടീം പരിശീലിപ്പിച്ചിട്ട് പോവുകയാണ് ചെയ്യുക. ഏകദേശം എത്ര കാലം എടുത്ത് ഒരു കുട്ടികളൊക്കെ എത്ര ഒരു മെയ്വഴക്കത്തോടെ എത്താനായിട്ട്? ഒരു 5 മാസത്തോളം. 5 മാസമാവും. കാരണം വെച്ചാൽ നമ്മൾ ജൂലൈ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്നാലാണ് നമുക്ക് കണ്ടല്ലേ നിങ്ങളെ അത്രയും എഫേർട്ട് എടുത്ത് കളിക്കുന്നതുകൊണ്ട് നല്ല പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട്. ട്രെയിനർ എത്ര കാലം ഈ ഫീൽഡിൽ? ഞാൻ കോൽക്കളി പഠിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. ഉമ്മാൻ്റെ ഉപ്പ ഗുരുക്കളാണ്. അപ്പം മാമന്മാരുടെ കയ്യിൽ നിന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. 6 വയസ്സിൽ തുടങ്ങിയതാണ് കോൽക്കളി. ഏകദേശം കോൽക്കളി ഫീൽഡിൽ ഇപ്പോൾ ഒരു 24 വർഷമായി. പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 16 വർഷമായി. അതായത് കോൽക്കളി കളിച്ച് പഠിച്ചു വന്ന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കല്ലായി കളരീതിയാണ് നമ്മൾ. അതുകൂടാതെ വേറെയും കളരികൾ CKS പിന്നെ വേറെയും കളരികൾ നമ്മൾ കളിച്ചിട്ടുണ്ട്. നിലവിൽ കല്ലായി കളരിയിലെ സ്റ്റുഡൻസാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ്. ബാക്കിലുള്ള നമ്മുടെ ശിഷ്യന്മാരാണ്, സുഹൃത്തുക്കളാണ്. അവർ കൊല്ലം ജില്ലയിൽ ആണ് താമസമുള്ളത്. കൊല്ലം ജില്ലയിൽ വരുന്ന ടീമുകൾ കംപ്ലീറ്റും പ്രാക്ടീസ് കാര്യങ്ങൾ നോക്കുന്ന അവരാണ്. നമ്മളൊരു ഗ്രൂപ്പ് വർക്കായിട്ട് നമ്മൾ ചെയ്യുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പോൾ എനിക്ക് മാത്രം പേരുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ മാത്രം പഠിപ്പിക്കാൻ പോവുകയാണെങ്കിൽ അത് എന്നിലോടുകൂടി മാത്രം നിൽക്കുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ല. നമുക്കിപ്പോൾ ഒരുപാട് ജില്ലകളിൽ ശിഷ്യന്മാരായി കല ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുനാഥന്മാർ പറഞ്ഞത് നമ്മൾ മറ്റ് ആളുകളിലോട്ട് പകർന്നു കൊടുക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാംസ്കാരിക വകുപ്പിൻ്റെ ഫെലോഷിപ്പ് ഉണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഫെലോഷിപ്പ് ആർട്ടിസ്റ്റാണ് പാലക്കാട് ജില്ലയിലെ. അപ്പോൾ എന്തായാലും ഈ കോൽക്കളി മത്സരം നമ്മൾ വേദിയിൽ കാണുമ്പോൾ ഈ കൊച്ചുമിടുക്കന്മാരൊക്കെ ഇത്ര ഉഷാറായിട്ട് ഇങ്ങനെ കളിച്ച് തിമിർക്കുമ്പോൾ അതിന് പുറകിൽ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നങ്ങളുണ്ട്. ഒരു ഏകദേശം 5 മാസത്തോളം കഷ്ടപ്പെട്ട് ഒരുപാട് ട്രെയിനേഴ്സ്, 1 അല്ല 2 അല്ല 3 അല്ല, അങ്ങനെ ട്രെയിനേഴ്സൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ആ എഫേർട്ടാണ് നമ്മളിപ്പോൾ വേദിയിൽ കാണുന്നത് എന്നുള്ളതാണ്. അതാണ് ഈ കുട്ടികളുടെ ഈ ഒരു മെയ്വഴക്കവും അവരുടെ ആ ഭയങ്കര ഒരു രസകരമായിട്ടുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുവടുകളൊന്നും പിഴയ്ക്കാതുള്ള അതെല്ലാം കാണിച്ചു തരുന്നത്. ആ ഒരു പ്രാക്ടീസിൻ്റെ ആ ഗുണം തന്നെയാണ്. ഈ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ കുട്ടികൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എന്തായാലും രസകരമായിട്ടുള്ള ഈ കോൽക്കളി മത്സരം ഇപ്പോൾ വുമൻസ് കോളേജിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം ദൃശ്യ ജതീന്ദ്രൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.